നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. RSS ഗണഗീതം സംസ്ഥാനത്ത് വീണ്ടും വിവാദമാകുന്നു. എറണാകുളം ബാംഗ്ലൂർ വന്ദേഭാരത് ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന RSSന്റെ ഗാനം സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വാർത്തകൾ വിശദമായി. എക്സിൽ നിന്ന് പിൻവലിച്ച ഗണഗീതം വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്ത് ദക്ഷിണ റെയിൽവേ ഗണഗീതത്തിന് ഇംഗ്ലീഷ് വിവർത്തനം കൂടി ചേർത്താണ് പുതിയ പോസ്റ്റ്. എറണാകുളം സൗത്ത് ബാംഗ്ലൂരു വന്ദേഭാരത് ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുന്ന വീഡിയോ നേരത്തെ ദക്ഷിണ റെയിൽവേ എക്സിൽ നിന്ന് പിൻവലിച്ചിരുന്നു. വന്ദേഭാരത് ഫ്ലാഗ് ഓഫ് ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികൾ ട്രെയിനിൽ നിന്ന് അകത്തു നിന്നാണ് ഗണഗീതം പാടിയത്. രാജ്യത്തെ പൊതുസംവിധാനത്തെ കാവ്യവൽക്കരിച്ച് RSSന്റെ മുഖത്തിൽ കെട്ടാനുള്ള നീചമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് വന്ദേഭാരതത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലെ വിദ്യാർത്ഥികളെ കൊണ്ട് RSSന്റെ ഗണഗീതം പാടിപ്പിക്കുകയും അത് ദക്ഷിണ റെയിൽവേയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത നടപടിയെന്ന് AC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി. ദേശീയഗാനം മുഴങ്ങിക്കേൾക്കേണ്ട വേദികൾ ഗണഗീതം പാടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് പൊതുബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണെന്നും കുട്ടികളെ വർഗീയതയിലേക്ക് തള്ളിവിട്ട് ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വന്ദേഭാരത് ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സിൽ നടത്തിയ വിമർശനത്തിലെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ദേശഭക്തി ഗാനം പാടിയതാണോ പ്രശ്നമെന്നും കുട്ടികളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ മുഖ്യമന്ത്രി അവഹേളിക്കുകയാണെന്നും മുഖ്യമന്ത്രിക്ക് അപലപിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടല്ലോ എന്നും എക്സിൽ രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു. നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് പാലക്കാട് 3 യുവാക്കൾ മരിച്ചു. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂജ് എന്നിവരാണ് ദാരുണമായി മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മറ്റ് 2 പേർക്ക് പരിക്കേറ്റു. രാത്രി ഏകദേശം 11 മണിയോടെയാണ് അപകടം നടന്നത്. ചിറ്റൂരിൽ നിന്ന് മടങ്ങിവരവെ കൊടുമ്പ് കല്ലിങ്കൽ ജംഗ്ഷനിൽ വെച്ചാണ് ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. മരത്തിലിടിച്ച കാർ പിന്നീട് വയലിലേക്ക് മറിയുകയായിരുന്നു. കാട്ടുപന്നി കുറുകെ ചാടിയപ്പോൾ കാർ വെട്ടിച്ചാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ധനമന്ത്രി KN ബാലഗോപാൽ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. വെഞ്ഞാറോട് വാമനാരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കൊട്ടാരക്കര ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു മന്ത്രിയും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ ആരോപണ വിധേയനായ ഇൻസ്പെക്ടറെ ഉൾപ്പെടുത്തി. ADGP H വെങ്കടേഷിനാണ് നടപടി. പേരൂർക്കടയിൽ ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ എടുത്തതിൽ വീഴ്ച വരുത്തിയ SHO ശിവകുമാറിനെയാണ് SITയിൽ ഉൾപ്പെടുത്തിയത്. ശിവകുമാർ ഇന്നലെ SITക്കൊപ്പം ചേർന്നു. എന്നാൽ നിയമനം വിവാദമായതിന് പിന്നാലെ ഇയാളെ പിൻവലിക്കുന്നതായി ADGP അറിയിച്ചു. വോട്ട് ചോരിക്കെതിരെ 15 ലക്ഷം ഒപ്പുകൾ കേരളത്തിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിക്കുമെന്ന് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ക്രമക്കേട് നടന്നു